വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും സ്നേഹമുള്ള കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യമായി ഇന്നത്തെ ഈ പുണ്യ നിമിഷം ഒരു പ്രാർത്ഥനാ ഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം. ശ്രീ സദക്ക് അതിന് വന്നിട്ടില്ല. അമർദി വൈദ്യർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റാണി ബാലമൂർത്തി, ഡോക്ടർ രജിത സെക്രട്ടറി, യാസ്മിൻ അലി, അൻപ് കോർഡിനേറ്റർ ഡോക്ടർ ദിവ്യ. പ്രസിഡന്റ് ഡോക്ടർ രാജീവ് സുകുമാരൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, കൊച്ചു കൂട്ടുകാരെ, കേരള സൊസൈറ്റി ഓഫ് ഒപ്താൽമിക് സർജൻസ് പ്രസിഡന്റായ ഡോക്ടർ രാജീവ് സുകുമാരൻ സാറിന്റെ പ്രസിഡൻഷ്യൽ പ്രോജക്റ്റാണ് അൻപ്. മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിനായി കൊല്ലത്തിന്റെ ആരാധനീയനായ മേയർ ശ്രീ AK ഹഫീസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ സവേരിയ, ഡോക്ടർ റാണി ബാലമുരളി, ഡോക്ടർ രജിത, ഡോക്ടർ യാസ്മിൻ, അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മറ്റ് ഡോക്ടേഴ്സ്, അധ്യാപകർ, രക്ഷകർത്താക്കൾ, പ്രിയമുള്ള കുട്ടികളെ, സ്വാഭാവികമായും ധാരാളം ക്യാമ്പുകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ ഈ ക്യാമ്പുകളിൽ എനിക്ക് കഴിഞ്ഞാഴ്ച ഒരു മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച 2 ക്യാമ്പുകൾ കഴിഞ്ഞ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ്. അത് സംഘടിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഇവിടെ ഈ ക്യാമ്പിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകിയ ഡോക്ടർ ദിവ്യ സൂചിപ്പിച്ചു. നമുക്കൊക്കെ തന്നെ നമ്മളിപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ കുഴപ്പമൊന്നുമില്ലാത്ത നമ്മളെ സംബന്ധിച്ച് ചില കൺഫ്യൂഷൻ വരും. ചിലത് വായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും മറുപടി പറയാൻ കഴിയാത്ത ചോദ്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കുന്നത്. കാണാൻ കഴിയുമോ, പെട്ടെന്ന് കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ ചിലത് കണ്ടെന്ന് പറയുമ്പോൾ ഈ കണ്ണ് ഡോക്ടർമാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം
ഈ ഭിന്നശേഷിക്കാരുടെ കണ്ണുകൾ ചുമതല തന്നെയാണ്. ദൈവം ഇങ്ങനെ അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൃഷ്ടാവിനോട് പല തരത്തിൽ നമുക്ക് തലത്തിൽ മാനസികമായി തോന്നിയിരിക്കുന്നു. അത് ശരീരത്തിൻ്റെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ലോകത്തിൻ്റെ നന്ദി സർ, നിങ്ങളുടെ സാന്നിധ്യം ഈ പരിപാടിക്ക് വലിയ മുതൽക്കൂട്ടായി. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി KSOS പ്രസിഡന്റായ ഡോക്ടർ രാജീവ് സുമാരൻ സാറിനെ ക്ഷണിക്കുന്നു. ബാക്കി ഓഫീസേഴ്സ് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. സാറിന് വളരെ തിരക്കുള്ളതുണ്ട്. ഇത് എങ്ങനെയാണ് ഈ അൻപെന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് തുടങ്ങി? ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ മോളാണ്, ഈ ബാനറിൽ കാണുന്നത് എൻ്റെ മോളാണ്. മോള് ജനിച്ചത് ഡൗൺ സിൻഡ്രോം ആണ്. അവര് മോള് ഡൗൺ സിൻഡ്രോം എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളത് തകർന്നു പോയി. അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാതെ ഇരുന്ന ഒരു പരുവത്തിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചേർത്ത് ഈ കുഞ്ഞിനെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തി അവതരിച്ചു. ഇപ്പം എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു ഇപ്പം എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. പിന്നെ അവള് ജനിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം, നല്ലൊരു സ്കൂളിൽ കൊടുക്കണം എന്ന് ഞങ്ങൾ തന്നെ ഒരു സ്കൂൾ തുടങ്ങാൻ വരെ സ്ഥലം മേടിച്ച് കെട്ടിടം കൂടെ പണി. പക്ഷേ ഭാഗ്യത്തിന് ഒരു നോർമൽ സ്കൂളിൽ എൻ്റെ മോളെ ചേർന്നു. അവള് 10th വരെ സ്ക്രൈബ് വെച്ചിട്ട് പാസ്സായി. 12th വരെ വന്ന് 12th സ്ക്രൈബ് വെച്ച് എഴുതിയിട്ട് പാസ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം അവൾ പെയിന്റിങ്ങിന് പോയി നന്നായിട്ട് പെയിന്റ് ചെയ്യും. ഒത്തിരി പെയിന്റിങ് എക്സിബിഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ആശുപത്രിയിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇങ്ങനെയുള്ള കുട്ടികൾ മാത്രമല്ല, ജുവനൈൽ ഡയബറ്റിസ്, ഈ ചെറിയ പ്രായത്തിൽ ഡയബറ്റിസ് വരുന്ന അങ്ങനെയുള്ള എല്ലാ കുട്ടികളിലും ടോട്ടലി ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ ഏകദേശം ഒരു കണക്കെടുത്തപ്പോൾ 8800 കുട്ടികളെ ഇതുവരെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി അമർദീപ് IKRK സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റാണി പാലമുരളി മാഡത്തെ ക്ഷണിക്കുന്നു. ആദരണീയനായ മേയർ ശ്രീ ഹഫീസ്, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൊല്ലം ഒഫ്താൽമിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന KSOS പ്രസിഡന്റിൻ്റെ പ്രോജക്റ്റായ അൻപിൽ അമർദീപ് കണ്ണാശുപത്രിയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാനിപ്പോൾ പങ്കെടുക്കുന്നത്. ഡിസേബിൾഡായ കുട്ടികളുടെ പരിശീലനം സ്വന്തമായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി പരിശീലകർ ഉപയോഗിക്കുന്ന വിഷ്വൽ സ്റ്റിമുലയാണ്. അതായത് അവർക്ക് കാണാൻ പറ്റുന്ന പ്ലേറ്റ്, സ്പൂൺ, ഗ്ലാസ്. ഓഷാനം ഐ സെന്റർ വെൻസിലർ ഹോസ്പിറ്റലിൽ ഇൻചാർജായ സിസ്റ്റർ ദറൂട്ടി ആശംസാ പ്രസംഗത്തിനായി വിളിക്കുന്നു. ബഹുമാനപ്പെട്ട അസീസ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ആയിരിക്കുമ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്നുകിൽ അത് സ്നേഹത്തോട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അൻപ് എന്ന ഈ കൂട്ടായ്മ എല്ലാ പ്രവർത്തനങ്ങളും സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നെനിക്ക് ഉറപ്പുണ്ട്. അവർക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ അതിൻ്റെ പേര് തന്നെ അൻപെന്നാണ്. അൻപ് എന്ന് വെച്ചാൽ സ്നേഹം. സ്നേഹം കൊണ്ട് മനസ്സ് നിറയ്ക്കുക, സത്യം കൊണ്ട് ഹൃദയം നിറയ്ക്കുക, ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുക. ഇത് ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുവാനായി ജില്ലാ വിദ്യാ സ്പെഷ്യൽ സ്കൂളിന്റെ പ്രിൻസിപ്പളായ സിസ്റ്റർ സലീനയെ ക്ഷണിക്കുന്നു. ഇന്നത്തെ അൻപത് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാധനായ മേയർ സർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹപ്രവർത്തകരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഒരു ദിവസം ഈ മെലഹദി സ്പെഷ്യൽ സ്കൂളിലേക്ക് കടന്നു വരികയും എൻ്റെ ഏറ്റവും വാത്സല്യത കുഞ്ഞുമക്കളിലേക്ക് ശ്രമിക്കുന്നതിനും അവരിലുള്ള കുറവുകൾ ഏതെന്ന് കണ്ടെത്തി അവയെ പരിഹരിക്കാനായി
കൈകോർത്ത് നിന്ന ടെൻസി അവസാന ഹൈ സെന്ററിനും അമർദീപ് ഹോസ്പിറ്റലിനും പ്രത്യേകമായും ഈ 50 പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്ന അസോസിയേഷനും ഞങ്ങൾ എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയാണ്. വിമലഹൃദയ മക്കൾക്ക് കൂടുതലായി ഒരു കാഴ്ചയുടെ ലോകത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുചേർന്നവർക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനായി എത്തിയ ആദരണീയനായ കൊല്ലം മേയർ ശ്രീ AK ഹഫീസ് സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു.